നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. മണി എ പാർട്ട്ണർ ഇൻ എ ഫേം വിത്ഡ്രൂ ദി ഫോളോയിങ് എമൗണ്ട്സ് ഡ്യൂറിംഗ് ദി ഇയർ 22-23. നമുക്ക് തന്നിട്ടുണ്ട് ഡേറ്റ് ഓഫ് വിത്ഡ്രോവൽ ഉണ്ട്, എമൗണ്ട് ഉണ്ട്. അപ്പൊ മെയ് 1 2022 5,000, ജൂലൈ 1 22 3,000, നവംബർ 30 6,000, ഡിസംബർ 31 2,000, മാർച്ച് 31 3,000. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ഡേ ആണെങ്കിൽ ആ മാസം നമുക്ക് ഉൾപ്പെടുത്തണം, ലാസ്റ്റ് ഡേ ആണെങ്കിൽ ആ മാസം നമുക്ക് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ടു ബി ചാർജ് ഫ്രം മണി അറ്റ് ദി റേറ്റ് ഓഫ് 8% പെർ ആനം. 8% ഇൻട്രസ്റ്റ് റേറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ബുക്സ് ആർ ക്ലോസ്ഡ് ഓൺ 31st മാർച്ച് എവറി ഇയർ. അപ്പൊ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 31st മാർച്ച് വരെ എത്ര മാസം ഉണ്ടെന്ന് നോക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡ്രോയിങ്സ് വിഡ്രോവൽ എന്ന് പറയുന്നത് 1st മെയ് ആണ്. 5,000 ആണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പൊ 1st മെയ് മുതൽ 31st മാർച്ച് വരെ എത്ര മാസം ഉണ്ടെന്നുള്ളതാണ് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പൊ 1st മെയ് ആയതുകൊണ്ട് മെയ് മുതൽ കൗണ്ട് ചെയ്യണം. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 11 മന്ത്സ് ആണ് വരെ. അപ്പൊ നമ്മൾ മന്ത്സിന്റെ കോളത്തിൽ 11 കൊടുത്തു. ദെൻ നെക്സ്റ്റ് വിഡ്രോവൽ 1st ജൂലൈ ആണ്. അപ്പൊ ജൂലൈ ഉൾപ്പെടെ നമുക്ക് കൗണ്ട് ചെയ്യണം. അപ്പൊ നമുക്ക് 9 മന്ത്സ് എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് 30th നവംബർ. അപ്പൊ നവംബർ നമുക്ക് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഡിസംബർ മുതൽ കൗണ്ട് ചെയ്താൽ മതി. അപ്പൊ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 4 മാസം. ദെൻ അടുത്ത വിഡ്രോവൽ ഡിസംബർ 31st ആണ്. അപ്പൊ ഡിസംബർ വേണ്ട, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം. ദെൻ ലാസ്റ്റ് വിഡ്രോവൽ 31st മാർച്ച് 3,000 തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല, കാരണം 31st മാർച്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ നമ്മളിവിടെ ഡേറ്റ് എഴുതി, എമൗണ്ട് എഴുതി, മന്ത്സ് എഴുതി. പിന്നെ നമ്മള് മന്ത്സും എമൗണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് പ്രോഡക്റ്റ്. അപ്പൊ ഫസ്റ്റില് 11 into 5,000 നമുക്ക് 55,000, 3,000 into 9 27,000, 6,000 into 4 24,000, 2,000 into 3 6,000. then last yearly. then നമ്മൾ പ്രോഡക്റ്റ് എല്ലാം കൂടി ടോട്ടൽ ചെയ്തു 1,12,000 എന്ന് കിട്ടി. then interest on drawings കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്, സം ഓഫ് പ്രോഡക്റ്റ് ഇൻറ്റു 1/12 ഇൻറ്റു റേറ്റ് ബൈ 100. അപ്പൊ സം ഓഫ് പ്രോഡക്റ്റ് 1,12,000 ഇൻറ്റു 1/12 ഇൻറ്റു റേറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 8%. 8/100 ആണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, അതായത് 746 ആണ് നമുക്ക് അവിടെ ആൻസർ വരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13. Ajay, Sachin and Dravid are partners sharing profits in the ratio 2:1:1. Their capitals as on 1st April 2023 were Ajay 1 lakh, Sachin 60,000 and Dravid 40,000. After the final accounts for the year 23-24 have been prepared, it was discovered that interest on partners' capital at the rate of 10% has not been recorded in books of accounts. Give necessary adjusting journal entry. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ ജേണൽ എൻട്രി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം കൂടെ 10% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നിരിക്കുന്നത്. ക്യാപിറ്റലിന്റെ ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ജേണൽ എൻട്രി വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു അജയ്സ് ക്യാപിറ്റൽ, ടു സച്ചിൻസ് ക്യാപിറ്റൽ, ടു ഡാവിഡ്സ് ക്യാപിറ്റൽ. അപ്പൊ ഇവിടെ അജയുടെ ക്യാപിറ്റൽ 1 lakh ആണ്. അതിന്റെ 10% എന്ന് പറയുമ്പോൾ 10,000 കിട്ടും. സച്ചിൻ 60,000 into 10/100 6,000. Dravid 40,000 into 10/100 4,000. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 20,000 കിട്ടും ഓരോരുത്തർക്കും. അജയ് 10,000, സച്ചിൻ 6,000, ദ്രാവിഡ് 4,000. ഇനി എമൗണ്ടിനെ നമുക്ക് എങ്ങോട്ട് മാറ്റണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക്. നെക്സ്റ്റ് എൻട്രി വരിക പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡേറ്റർ 20,000 to interest on capital. Then question number 14 നോക്കാം. Amal and Balu are partners sharing profits in the ratio 3:1. Rajesh is admitted into the firm for 1/5 share of profits. പുതിയ പാർട്ട്ണർ രാജേഷ് ആണ്. രാജേഷിന്റെ ഷെയർ 1/5 ആണ്. രാജേഷ് brings 30,000 as his capital. പുതിയ പാർട്ട്ണർ 30,000 ക്യാപിറ്റൽ കൊണ്ടുവന്നു. നെക്സ്റ്റ് സെന്റൻസിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം,
Capitals of Amal and Balu after all adjustments are rupees 85,000 and 35,000 respectively. It is agreed that partners' capitals should be adjusted according to new profit sharing ratio. Give necessary journal entries for it. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം ഈ പഴയ പാർട്ട്നേഴ്സിന്റെ, അതായത് അമലിന്റെയും ബാലുവിന്റെയും ക്യാപിറ്റലിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ പാർട്ട്ണറുടെ ക്യാപിറ്റൽ, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഇവരുടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, ന്യൂ റേഷ്യോ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ജേണൽ എൻട്രീസ് നമുക്ക് എഴുതണം. അപ്പൊ നോക്കാം നമുക്ക് അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇവിടെ രാജേഷിന്റെ ഷെയർ, പുതിയ പാർട്ട്ണറുടെ ഷെയർ നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 1/5 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ബാലൻസ് ഉള്ളത് എത്രയാണ്? അമലിനും ബാലുവിനും കൂടി കിട്ടുന്നത് 4/5, അതായത് ടോട്ടൽ പ്രോഫിറ്റ്, അതായത് 5/5 മൈനസ് 1/5 നമുക്ക് 4/5 എന്ന് കിട്ടും. ഈ അമലിന്റെ ന്യൂ ഷെയർ നമുക്ക് എങ്ങനെ കാണാം? 4/5 ഇൻറ്റു അവരുടെ ഓൾഡ് റേഷ്യോ 3:1 ആണ്. അപ്പൊ 3/4 ചെയ്യുമ്പോൾ 12/20 കിട്ടും. അതുപോലെ തന്നെ ബാലുവിന്റെ 4/5 ഇൻറ്റു 1/4 ചെയ്യുമ്പോൾ നമുക്ക് 4/20. പുതിയ ആളുടെ ഷെയർ 1/5 ആണ്. അതിനെ നമ്മൾ 20യിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4/20. അപ്പൊ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 12:4:4, ദാറ്റ് ഈസ് 3:1:1 എന്ന് കിട്ടും ന്യൂ റേഷ്യോ. ഇനി നമുക്ക് ക്യാപിറ്റലിനെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് അമൽ ആൻഡ് ബാലു നമുക്ക് തന്നിട്ടുണ്ട്. ആഫ്റ്റർ അഡ്ജസ്റ്റ്മെന്റ്സിന് ശേഷമുള്ളത് 85,000 35,000 ആണ്. ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 4/5 ഷെയറിനുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ 85,000 പ്ലസ് 35,000, അതായത് 1,20,000 കിട്ടി. അതായത് 4/5 ഷെയറിനുള്ള ക്യാപിറ്റലാണിത്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ഓഫ് ന്യൂ ഫേം നമുക്ക് കണ്ടുപിടിക്കാം. 1,20,000 ഇൻറ്റു 5/4, അതായത് 1,50,000 കിട്ടി. ഈ 1,50,000 ആണ് പുതിയ ക്യാപിറ്റൽ. ഇതിനെ വേണം നമുക്ക് ന്യൂ റേഷ്യോയിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്കിവിടെ അമലിന്റെ ഷെയർ എന്ന് പറഞ്ഞാൽ 1,50,000 ഇൻറ്റു 3/5 ചെയ്ത് കഴിയുമ്പോൾ 90,000 കിട്ടും. ബാലുവിനാണെങ്കിൽ 1,50,000 ഇൻറ്റു 1/5, രാജേഷിനും സെയിം തന്നെ 1,50,000 ഇൻറ്റു 1/5. അപ്പൊ ബാലുവിനും രാജേഷിനും കിട്ടുന്നത് 30,000 ആണ്, അമലിന് കിട്ടുന്നത് 90,000 ആണ്. ഞാൻ ക്വസ്റ്റ്യനിൽ നോക്കുക, നമുക്ക് തന്നിരിക്കുന്നത് അമലിന്റെ അഡ്ജസ്റ്റ്മെന്റിന് ശേഷമുള്ള ക്യാപിറ്റൽ 85,000 ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അമൽ 5,000 ക്യാപിറ്റൽ കൊണ്ടുവരണം. അതേസമയം ബാലുവിനാണെങ്കിൽ 35,000 ആണ് ബാലൻസ്. ബാലുവിന് എന്ത് ചെയ്യാം? 5,000 വിഡ്രോ ചെയ്യാം. അപ്പൊ ജേണൽ എൻട്രി നോക്കാം നമുക്ക്. രാജേഷ് പുതിയ പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡേറ്റഡ് ടു രാജേഷ് ക്യാപിറ്റൽ 30,000. അതിനുശേഷം അമലിനും ഇൻസഫിഷ്യന്റ് ക്യാപിറ്റൽ ബാലൻസ് ആണുള്ളത്. അമലും എന്ത് ചെയ്യുന്നു? 5,000 കൊണ്ടുവരുന്നു. അതിനുള്ള ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡേറ്റഡ് ടു അമൽസ് ക്യാപിറ്റൽ 5,000. ഇനി ബാലുവിന് എക്സസ് ക്യാപിറ്റൽ ആണുള്ളത് 5,000, അയാൾ അത് വിഡ്രോ ചെയ്യുന്നു. ജേണൽ എൻട്രി വരിക ബാലുസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റഡ് ടു ക്യാഷ് 5,000. ഇതാണ് നമുക്ക് എഴുതേണ്ട 3 ജേണൽ എൻട്രീസ്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 15. A and B are partners who share profits in the ratio of 3:2. Following is their balance sheet as on 31st March 2024. നമുക്കിവിടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, എയുടെയും ബിയുടെയും ക്യാപിറ്റൽ ഉണ്ട്. അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ. The firm was dissolved on 31st March 2024. Realized value of all assets were rupees 1,50,000. Creditors were paid in full. Prepare realization account. Simple question ആണ്. നമുക്കിവിടെ ഒരു കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്തതാണ്. അപ്പൊ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ തന്നിരിക്കുന്ന അസറ്റ്സ് എല്ലാം എഴുതും. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ക്രെഡിറ്റേഴ്സ് എഴുതും, ലയബിലിറ്റി എഴുതും. അതിനുശേഷം അസറ്റ്സ് റിയലൈസ് ചെയ്ത എമൗണ്ട് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 1,50,000 റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് വെർ പെയ്ഡ് ഇൻ ഫുൾ. ക്രെഡിറ്റേഴ്സ് 20,000 ആണ്. ആ എമൗണ്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് നമുക്ക് അത് എഴുതേണ്ടത്. ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ബാലൻസിംഗ് ഫിഗർ കിട്ടുന്നത് 10,000 കിട്ടും. ഈ 10,000 നമുക്കിവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അനുസരിച്ച് നമുക്ക് വീതിച്ചു കൊടുക്കണം. അതായത് എ ആൻഡ് ബി ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ 3:2. അപ്പൊ 3:2 വീതിക്കുമ്പോൾ എക്ക് കിട്ടുന്നത് 6,000, ബേസ് ക്യാപിറ്റൽ 4,000 എന്ന് കിട്ടും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 16.
അത് നമുക്ക് പ്രതീക്ഷിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് മഹേഷ്, റിയാസ് and Jacob are partners in a firm. Mahesh retires from the firm at the beginning of the financial year 2021. On the date of retirement, 40,000 becomes due to him. Ria and Jacob promise to pay him the amount due to in 4 equal annual installments at the end of every year together with the interest at the rate of 6% per annum on unpaid balance. നമ്മളോട് ഇവിടെ മഹേഷിന്റെ ലോൺ അക്കൗണ്ട് ഫസ്റ്റ് 3 ഇയേഴ്സിലേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കാം നമുക്ക് എങ്ങനെ വരാന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ മഹേഷിന്റെ ലോൺ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ മഹേഷ് ക്യാപിറ്റൽ എഴുതി. എത്ര എമൗണ്ട് ആണ് കൊടുക്കാനുള്ളത്? 40,000 ആണ്. അപ്പൊ നമ്മൾ ആ 40,000 എഴുതി. അതിനുശേഷം ഇനി എന്ത് ചെയ്യണം? ഇന്ററസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് 40,000ന്റെ 6% കാൽക്കുലേറ്റ് ചെയ്തു. 2,400 കിട്ടും. ഡെബിറ്റ് സൈഡിൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത് 4 ഇൻസ്റ്റാൾമെന്റ് ആണല്ലോ. അപ്പൊ 40,000 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ 10,000 കിട്ടും. അപ്പോൾ 10,000 പ്ലസ് ഇന്ററസ്റ്റ് 2,400. ദെൻ ബാലൻസ് നമുക്ക് 30,000 കിട്ടും. സെക്കൻഡ് ഇയറിൽ നമ്മൾ ഈ ബാലൻസിനെ ബ്രോഡ് ഡൗൺ ചെയ്തു 30,000. ഇന്ററസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 30,000 ഇൻറ്റു 6/100 ചെയ്യുമ്പോൾ 1,800. ഡെബിറ്റ് സൈഡിലെ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 10,000 പ്ലസ് 1,800 എഴുതണം. ബാലൻസിംഗ് ഫിഗർ 20,000 കിട്ടി. നമ്മൾ തേർഡ് ഇയറിൽ അത് ബ്രോഡ് ഡൗൺ ചെയ്തു. അതിന്റെ കൂടെ ഇന്ററസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. 20,000 ഇൻറ്റു 6/100 1,200 കിട്ടി. ദെൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 10,000 പ്ലസ് 1,200. ബാലൻസ് കിട്ടുന്നത് 10,000 ആണ്. ആ ബാലൻസ് നമുക്ക് ഫോർത്ത് ഇയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാൽ മതി. നമുക്കിവിടെ 3 ഇയേഴ്സിലെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കാം നമുക്കത്.